Hello learners, welcome back to my channel. എല്ലാവർക്കും സുഖല്ലേ? സോ ഇന്ന് ഞങ്ങൾക്ക് ഒരു ചെയർ മോഡൽ ചെയ്ത് നോക്കാം. ആൻഡ് ഈ വീഡിയോ കിച്ചൺ ഇൻറ്റീരിയർ ഇൻ റെവിറ്റ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പാർട്ട് 5 ആണ്. ആൻഡ് ഈ വീഡിയോ ഇത്ര ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് സോറി. സോ അതിൻ്റെ റീസൺ ഞാൻ ലാസ്റ്റിലോട്ട് പറയാം. ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ചെയർ മോഡൽ ചെയ്യാൻ തുടങ്ങാം. സോ നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞങ്ങൾ ഈ ടേബിൾ വരച്ചിട്ടാണ് നിർത്തിയത്. ഞങ്ങൾക്ക് ഈ ടേബിളിന് വേണ്ടിയിട്ടുള്ള ചെയർ മോഡൽ ചെയ്യാം. ഓക്കെ, സോ ഫയൽസിലേക്ക് പോവുക, ന്യൂ സെലക്ട് ചെയ്യുക, ഫാമിലി സെലക്ട് ചെയ്യുക, അതിനുശേഷം മെട്രിക് ഫേർണിച്ചർ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ഓപ്പൺ അടിച്ചു കൊടുക്കുക. ഓക്കെ, സോ ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് റെഫറൻസ് ലെവൽ. ഇനി ആവശ്യമില്ലാത്ത കുറേ വിൻഡോസ് ഓപ്പൺ ആയിട്ടുള്ള ഞാൻ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഞങ്ങൾക്ക് ഫ്രണ്ട് എലിവേഷനിൽ പോവുക ആൻഡ് ദെൻ ടാബ് കീ പ്രസ് ചെയ്തിട്ട് ഇവിടുത്തെ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് സിമിലർ അടിച്ചു കൊടുക്കുക, പിക്ക് ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഓഫ്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഫ്സെറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് രണ്ട് റെഫറൻസ് പ്ലെയിന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്ന് ഞാൻ 700-ലാക്കിയിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ 1000-ലാക്കുന്നുണ്ട്. ഈ രണ്ട് റെഫറൻസ് പ്ലെയിനും എൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് വരച്ചതാണ്. താഴത്തെ റെഫറൻസ് പ്ലെയിന് സീറ്റ് ഹൈറ്റ് ആയിട്ട് റീനെയിം ചെയ്ത് കൊടുക്കുക ആൻഡ് മുകളിലത്തെ റെഫറൻസ് പ്ലെയിൻ ടോട്ടൽ ഹൈറ്റ് ആക്കി കൊടുക്കുക, മീൻസ് ഞങ്ങളുടെ ചെയറിൻ്റെ ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, ആൻഡ് ഈ റെഫറൻസ് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക. ലൈക്ക് നിങ്ങൾക്ക് സീറ്റ് ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക, അതുപോലെ തന്നെ ടോട്ടൽ ചെയർ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഞങ്ങൾക്ക് എക്സ്ട്രൂഷൻ വരക്കാം. അതിന് ഞങ്ങൾക്ക് റെഫറൻസ് ലെവലിലേക്ക് പോകണം. സോ റെഫറൻസ് ലെവലിൽ പോവുക ആൻഡ് ദെൻ ക്രിയേറ്റ് ടാബിൽ പോവുക ആൻഡ് എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ജസ്റ്റ് ഈ റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നിങ്ങളുടെ ചെയറിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ആൻഡ് ദെൻ ജസ്റ്റ് ഞാൻ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട് സെൻറ്ററിലാക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഫിനിഷ് ഇറ്റ് ഓഫ്. ഫ്രണ്ടിൽ പോയി നോക്കുക, ഫ്രണ്ട് എലിവേഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിനൊരു സ്വീപ്പ് വരച്ചു കൊടുക്കണം. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലായിട്ടൊരു സ്വീപ്പ് വരച്ചു കൊടുക്കണം. സോ അത് വരച്ചു കൊടുക്കുക. അതിന് ഞങ്ങൾക്ക് 3D വ്യൂവിലേക്ക് പോകാം. ഓക്കെ, സോ 3D വ്യൂവിൽ പോവാം ആൻഡ് ഞങ്ങൾക്ക് റൈറ്റ് എലിവേഷനിലേക്ക് പോയി നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക ആൻഡ് ദെൻ ലെഫ്റ്റ് എലിവേഷനിൽ പോവാം. ഓക്കെ, സോ ലെഫ്റ്റ് എലിവേഷനിൽ പോവാം ആൻഡ് ദെൻ ക്രിയേറ്റ് ടാബിൽ പോയിട്ട് സ്വീപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ജസ്റ്റ് പിക്ക് പാത്ത് സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ഈ ലൈൻസൊക്കെ ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക ആൻഡ് മൂവ് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്കിലത്തെ ഈ ലൈനും പിക്ക് ചെയ്യുക ആൻഡ് ദെൻ ഒന്നും കൂടിയും റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ലൈനും പിക്ക് ചെയ്യുക ആൻഡ് ദെൻ ജസ്റ്റ് ബാക്കോട്ടേക്ക് പിന്നെയും റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ താഴത്തെ ലൈനും പിക്ക് ചെയ്യുക ആൻഡ് ദെൻ ഫിനിഷ് ഇറ്റ് ഓഫ്. ഇനി എഡിറ്റ് പ്രൊഫൈലിലേക്ക് പോവുക ആൻഡ് ദെൻ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയ സർക്കിൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ ഈ സർക്കിൾ ഒന്ന് മൂവ് ചെയ്തിട്ട് ഉള്ളിലോട്ടേക്ക് ആക്കുന്നുണ്ട്. സോ സർക്കിൾ സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ജസ്റ്റ് ഈ പോയിൻ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് അഗെയിൻ മൂവ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ പോയിൻ്റ് ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിന് ശേഷം ഫിനിഷ് ഇറ്റ് ഓഫ്. അഗെയിൻ ഫിനിഷ് അടിക്കുക. ഇതിപ്പോൾ കാണാൻ പറ്റാത്തത് വയർ ഫ്രെയിം അല്ലാത്തതുകൊണ്ടാണ്. വയർ ഫ്രെയിം ആക്കി നിങ്ങൾക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ ഞങ്ങൾക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് എഗെയിൻ ക്രിയേറ്റിൽ പോവുക, എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ ലൈൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ലൈൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ഷാർപ്പായിട്ടാണുള്ളത്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ എക്സ്ട്രൂഷൻ വരക്കുമ്പം തന്നെ കോർണേഴ്സ് എല്ലാം ഒന്ന് കേർവ് ആക്കി കൊടുക്കണം. ഓക്കെ, സോ കേർവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ എൻഡ് ഒന്ന് കേർവ് ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ എൻഡ് എനിക്ക് കേർവ് ആക്കാൻ പറ്റില്ല. അങ്ങനെ കേർവ് ആക്കിയാൽ സ്വീപ്പിൻ്റെ ഉള്ളിൽ പോയി പോവും. സോ ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ ആദ്യം തന്നെ എക്സ്ട്രൂഷൻ വരക്കുമ്പോൾ അവിടെ ഒന്ന് കേർവ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, കേർവ് ടൂൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഈ എൻഡ് കേർവ് ആയിക്കോളും, കോർണേഴ്സൊക്കെ ഒന്ന് കേർവ് ആയിക്കോളും. ആൻഡ് ഓഫ്സെറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ലൈൻസ് എല്ലാം ഒന്ന് ഞാൻ ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 mm ഡിസ്റ്റൻസിലാണ് ഓഫ്സെറ്റ് ചെയ്തത്. ആൻഡ് ദെൻ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ്സൊക്കെ ഒന്ന് ക്യാപ്പ് ചെയ്ത് കൊടുക്കുക. TR ടൈപ്പ് ചെയ്യുക. ആൻഡ് ദെൻ ഈ ലൈൻസ് എല്ലാം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം ഞാൻ മെറ്റീരിയൽ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ക്രിയേറ്റ് ന്യൂ അടിക്കുക. ആൻഡ് ദെൻ ഒരു പേര് കൊടുക്കുക. സീറ്റ് മെറ്റീരിയൽ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഓക്കെ അടിക്കുക. ആൻഡ് ദെൻ ഫിനിഷ് ഇറ്റ് ഓഫ്. ഞങ്ങൾക്ക് ഈ എക്സ്ട്രൂഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ അതിന് ഫ്രണ്ട് എലിവേഷനിൽ പോവുക. ജസ്റ്റ് ഈ ആരോ കീ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഈ കോർണേഴ്സൊക്കെ നിങ്ങൾ കേർവ് ആക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കേർവ് ആക്കിയാലേ കുറച്ച് ഭംഗി വരുള്ളൂ. ഇപ്പോൾ കോർണേഴ്സെല്ലാം ഒന്ന് ഷാർപ്പായിട്ടാണുള്ളത്. ഞങ്ങൾക്ക് ഫ്രണ്ട് എലിവേഷനിൽ പോവുക. ആൻഡ് ദെൻ ക്രിയേറ്റിൽ പോയിട്ട് വോയിഡ് എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്യുക. ഈ പ്ലെയിൻ സെലക്ട് ചെയ്യുക, ലൈൻ അല്ല, ഈ പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യണം. ആൻഡ് അതിന് ശേഷം ഞാൻ എലിപ്സ് ടൂൾ യൂസ് ചെയ്തിട്ട് പാർഷ്യൽ എലിപ്സ് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു എലിപ്സ് വരക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലിക്ക് ഇവിടെ, സെക്കൻഡ് ക്ലിക്ക് ഈ ലൈനിൽ, തേർഡ് ക്ലിക്ക് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു എലിപ്സാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാനങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ ജസ്റ്റ് ഞാൻ മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പോയിൻ്റ് ആ ലൈനിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മൂവ് ചെയ്തത്. ആൻഡ് ദെൻ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ 3 ലൈൻസ് വരച്ചു കൊടുക്കുക. ആൻഡ് അതിന് ശേഷം ഈ 3 ലൈൻസും സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ മിറർ പിക്ക് ആക്സിസ് ടൂൾ സെലക്ട് ചെയ്യുക, ഈ ലൈന് പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെയിം ലൈൻസ് ഓപ്പോസിറ്റ് സൈഡിലും വന്നോളും. ആൻഡ് ദെൻ ഫിനിഷ് ഇറ്റ് ഓഫ്. ഞങ്ങൾക്ക് 3D വ്യൂവിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് വ്യൂവിലേക്ക് പോയിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ എക്സ്ട്രൂഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഞങ്ങൾക്ക് ഈ ആദ്യം വരച്ച ബോക്സ് ഉണ്ടല്ലോ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞങ്ങളുടെ ചെയർ ഇവിടെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയലും ഞങ്ങൾക്ക് ഒരു പുതിയ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ക്രിയേറ്റ് ന്യൂ അടിച്ചു കൊടുക്കുക. ആൻഡ് ദെൻ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുക. സപ്പോർട്ട് മെറ്റീരിയൽ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഓക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ മോഡൽ. ഇത് നിങ്ങൾ ഇനി സേവ് ചെയ്യുക. അതിനുശേഷം പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒന്ന് പ്ലേസ് ചെയ്യുക, ഇവിടെയും പ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും പ്ലേസ് ചെയ്യുക. ഈ ചെയർ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ ജസ്റ്റ് എഡിറ്റ് ടൈപ്പിൽ പോവുക. നിങ്ങൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തിനോ അതൊക്കെ നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ വന്നാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഞാനിപ്പോൾ സീറ്റ് മെറ്റീരിയലും സപ്പോർട്ട് മെറ്റീരിയലിനും മാത്രമേ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ലെങ്ത്തിനൊക്കെ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ വന്നാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തത് എൻ്റെ മോൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. ഓൻ്റെ ആക്ടിവിറ്റീസും മോനെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ടൈം കിട്ടലില്ലേനു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റായി പോയത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ഓൺ ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.